സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇറ്റാലിയൻ ക്ലബ്ബുകളായിട്ടുള്ള യുവന്റസ്, ഇന്റർ മിലാൻ, പിന്നെ കുറച്ച് വേറെ വിദേശ ക്ലബ്ബുകളുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടി ഇന്ത്യൻ ഫുട്ബോളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്ത ക്ലബ്ബാണ് ഇന്റർ കാശി. ഫുട്ബോളിന് ഒട്ടും വളർച്ചയില്ലാത്ത ഉത്തർപ്രദേശിൽ ഇവർ എന്ത് മാങ്ങാത്തൽ കാണിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചെടുത്തു നിന്നും വളരെ മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ഡിംഗ് പ്രോജക്റ്റും കാര്യങ്ങളും വരെ ആരംഭിച്ച് അതിവേഗത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൽ വളർന്നൊരു ട്രെൻഡായി മാറാൻ കഴിഞ്ഞ ക്ലബ്ബായിട്ടുള്ള ഇന്റർ കാശിയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള പങ്കാളിത്തം അങ്ങ് ഉപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലബിന്റെ ഫംഗ്ഷനിങ് അത്ര പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ വെഞ്ചറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിലേക്ക് അയച്ച കോച്ചിങ് സ്റ്റാഫുമായിട്ടുള്ള കാർലോസ് സാന്റാമരീനെയും അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫിനെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ ലോണിൽ വന്ന പല താരങ്ങളും, അതായത് അവർ ലോണിൽ വിട്ട താരങ്ങളും തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നീറിപ്പോകുന്നുണ്ട്. ക്ലബിന്റെ ഇന്ത്യയിലെ ഫംഗ്ഷനിങ് അത്ര നല്ല രീതിയിലല്ല. ഈ ക്ലബ്ബ് അധികൃതർ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഉണ്ടാക്കി വെച്ച ഡീൽ ഉണ്ടാക്കുന്ന സമയത്ത് ചില ഉറപ്പുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. ആ ഉറപ്പുകളിൽ നിന്നും ക്ലബ്ബ് വ്യതിചലിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ വെഞ്ചറിൽ നിന്നും പിന്മാറുന്നത്. നേരത്തെ ഇതുപോലെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പഴയ ഫോമുമായിട്ട് ജോയിൻ ചെയ്തിരുന്നു. അതും 2 സീസണിന് ശേഷം അടിച്ചു പിരിഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു. എന്തൊക്കെയോ അത്ലറ്റിക്കോ മാഡ്രിഡും ഇന്ത്യൻ ക്ലബ്ബുകളും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് വാഴത്തില്ലെന്നാണ് തോന്നുന്നത്.